ഹരിപ്പാടുണ്ടായ ഒരു സംഭവത്തിലേക്ക് പോവുകയാണ്. അവിടെ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയ സഹോദരങ്ങളായ സൈനികർ പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും മർദ്ദിച്ചതായിട്ട് ഒരു സംഭവം പുറത്തു വരുന്നുണ്ട്. ഹരിപ്പാട് ചിങ്ങോലി സ്വദേശികളും ഇരട്ടകളുമായ അനന്തൻ, ജയന്തൻ എന്നിവരാണ് പോലീസിനെയും ആശുപത്രി ജീവനക്കാരെയും ആക്രമിച്ചത്. രാത്രി 11:15 ഈ സംഭവം. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സ്റ്റേഷനിലോട്ടൊന്ന് വിളിച്ചു മറ്റേ വണ്ടി വിളി. രഘുനാഥ് നാരായൺ ചേരുന്നുണ്ട്. രഘു, ഇത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ രണ്ടുപേരും അക്രമാസക്തരായി നിൽക്കുന്ന ഒരു കാഴ്ച. അസഭ്യ വർഷമുണ്ട്, പോലീസിന് നേരെ ആക്രമണം നടത്തുന്നു. പോലീസ് വലിയ ബലപ്രയോഗം നടത്തിയാണ് ഇവരെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റുന്നതും. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് രഘു? രാത്രി 10 മണിയോടെയായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കം. ഇരുവരും ഓടിച്ചിരുന്ന വാഹനം ഹരിപ്പാടിന് സമീപമുള്ള നങ്ങ്യാർമല വെച്ച് അപകടത്തിൽപ്പെട്ടു. തുടർന്ന് വിവരം അറിഞ്ഞ് പോലീസ് എത്തുകയും നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ പോലീസിന് മനസ്സിലായിരുന്നു ഇവർ മദ്യപിച്ചിരുന്നു. തുടർന്ന് ഇവരെ വൈദ്യപരിശോധനയ്ക്കും മറ്റുമായി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആ താലൂക്ക് ആശുപത്രിയിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടത്. പോലീസുകാർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും ഒപ്പം തന്നെ പോലീസുകാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. എന്ന് മാത്രമല്ല, പരിശോധനയ്ക്കായി എത്തിയ ഡോക്ടറെയും ചീത്ത പറയുകയും അദ്ദേഹത്തെ പിടിച്ച് തള്ളാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതിൽ ഇത്തരത്തിൽ പലയിടത്തും സൈനികരും പോലീസും ഒക്കെ തമ്മിൽ ചില കേസുകളൊക്കെ ഉണ്ടാവുകയും അത് പോലീസിന്റെ ഭാഗത്താണ് പൂർണ്ണ അർത്ഥത്തിൽ തെറ്റ് എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി പ്രചരണം നടത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം പോലീസ് ഈ ദൃശ്യങ്ങളെല്ലാം മൊബൈലിൽ ചിത്രീകരിച്ചത്. കാരണം ആ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗികളും അല്ലെങ്കിൽ കൂട്ടിരിപ്പുകാരുൾപ്പെടെ ഉള്ള ആളുകൾ പറയുന്നുണ്ട്, പോലീസുകാരെ നിങ്ങളെ അടിച്ചതല്ലേ, പിന്നെ എന്താണ് ഇവരെ നിങ്ങൾ തിരിച്ചടിക്കുക. അത്തരത്തിൽ പോലീസ് വലിയ രീതിയിൽ സംയമനം പാലിക്കുകയും ഇവരുടെ ഈ ഒരു ചെയ്തികൾ മുഴുവൻ മൊബൈലിൽ ദൃശ്യങ്ങളായി പകർത്തുകയും ചെയ്യുകയും ചെയ്തു. രണ്ടുപേരും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇവർക്കെതിരെ ആശുപത്രി സുരക്ഷാ നിയമം, ഒപ്പം തന്നെ പൊതുമുതൽ നശിപ്പിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തൽ, ഈ 3 വകുപ്പുകളും ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികം തന്നെ രാവിലെ കോടതി നടപടികൾ ആരംഭിച്ചാൽ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇവരെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ.